ദീക്ഷലിനെയും എന്താണ് ചികിത്സ അനാസ്ഥ വീട്ടുകാർ ആരോപിക്കുമ്പോഴും പാമ്പുകടി ഏൽക്കുന്നത് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കുറച്ച് ഗുരുതരമാണ് ജിബിൻ. അതന്നെയാണ് ഹാഷ്മി. കാരണം നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഈ ആരോഗ്യവകുപ്പിൻ്റെ ഒരു സാങ്കേതികമായ പ്രശ്നമാണ് ഇവിടെയും വില്ലനായി മാറിയിരിക്കുന്നത്. കാരണം പുലർച്ചെ 2:30 കൂടിയാണ് അമ്മൂമ്മയോടൊപ്പം കിടന്ന ഈ ബാലനെ 8 വയസ്സുകാരനെ പാമ്പ് കടിക്കുന്നത്. കുട്ടി തന്നെയാണ് എണീറ്റ് വീട്ടുകാരെ അറിയിക്കുന്നത് കാലിൽ എന്തോ ഒരു ജീവി കടിച്ചു എന്ന് പറയുന്നത്. തുടർന്ന് ഇത് പാമ്പ് കടിയാണ് എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് പിതാവിൻ്റെ നേതൃത്വത്തിൽ കുട്ടി അതിവേഗം തന്നെ ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ സമീപത്തുള്ള ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ ആശുപത്രിയിൽ എത്തുന്ന സമയം വരെ കുട്ടി വീട്ടുകാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, പ്രതികരിക്കുന്നുണ്ടായിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. പക്ഷേ ആശുപത്രിയിലെത്തി കുട്ടിയെ പാമ്പ് കടിച്ചതാണെന്ന് സ്ഥിരീകരിക്കാനാകില്ല എന്നാണ് ആശുപത്രി അധികൃതർ ആദ്യം നൽകിയത്. പെട്ടെന്ന് ഈ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു ഡോക്ടർ പോലും വന്ന് കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഈ പിതാവ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആശുപത്രി ഇപ്പോൾ അത് ഈ പിതാവിൻ്റെ ഈ കുടുംബത്തിൻ്റെ ആരോപണത്തെ തുടർന്ന് DMO സൂപ്രണ്ടിനോട് കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണം തേടിയിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ട് ഇന്ന് രാവിലെ കൂടി DMOയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളൂ. ഇതിൽ പറഞ്ഞത് പാമ്പ് കടിയേറ്റാണ് ആ കുട്ടിയെ എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, രക്തസാമ്പിളുകൾ പരിശോധിച്ച സമയത്തും അതിലും ഈ പാമ്പിൻ്റെ വെനം ഉണ്ടായതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് DMOയ്ക്ക് സൂപ്രണ്ട് നൽകിയിരിക്കുന്നത്. ഇവിടെയും സാങ്കേതിക പ്രശ്നം. കാരണം ഈ ആശുപത്രിയിൽ 27 ഡോസ് ആൻറ്റി സ്നേക്ക് വെനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ ആൻറ്റി വെനം ഉണ്ടായിരുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത് കൈമാറാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ കുട്ടിക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ സാധിക്കാത്ത എന്നുള്ളൊരു ചോദ്യമാണല്ലോ. ഇത് നമ്മൾ സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ സാങ്കേതികമായ പ്രശ്നമുണ്ട്. കാരണം ഇതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം എത്തിക്കഴിഞ്ഞാൽ ഒരു പാമ്പ് കടി ഏറ്റു എന്ന സംശയത്തെ തുടർന്ന് ഒരാൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഈ മുറിവ് പരിശോധിക്കും. കാരണം 2 രീതിയിലുള്ള കടികളാണ് ഈ പാമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. തീറ്റക്കടിയും രണ്ടാമത്തത് ഈ വിഷകടി. കാരണം പല്ലിൻ്റെ ആഴവും മുറിവിൻ്റെ ഈ ആഴവും അനുസരിച്ച് കൊണ്ടാണ് ഇത് തീറ്റക്കടിയാണോ അല്ലെങ്കിൽ വിഷകടിയാണോ എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇതെല്ലാം സമയമെടുക്കും. പക്ഷേ ഈ എത്തിയ കുട്ടിക്ക് അത് പാമ്പ് കടിച്ചതാണ് എന്ന് സ്ഥിരീകരിക്കാൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യം, ഈ രക്തം പരിശോധിച്ച സമയത്തും അതിലും വെനം ഇല്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ആശുപത്രി പറയുന്നത്. പക്ഷേ ഇതിനൊരു സമയമെടുക്കും. പക്ഷേ ആ ഒരു സമയമെടുത്ത് ഈ ബ്ലഡിലൊക്കെ ഇതിൻ്റെ സാമ്പിൾ, അതായത് ബ്ലഡ് സാമ്പിൾ പരിശോധിക്കുമ്പോൾ അതിൽ ഈ വിഷത്തിൻ്റെ അംശം വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയമെടുക്കും. അങ്ങനെ എത്തുന്ന സമയത്ത് ഈ കുട്ടിയെ കടിച്ചിരിക്കുന്നത് മൂർഖനാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാർ ചേർന്ന് അടിച്ച് കൊല്ലുകയും ചെയ്ത മൂർഖൻ. അങ്ങനെ ഒരു മൂർഖൻ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷം രക്തത്തിൽ കലർന്ന് അത് പരിശോധനാ ഫലം വരുമ്പോഴേക്കും വരുന്നതിന് വേണ്ടി ഒരു കാലതാമസം എടുക്കും. പക്ഷേ അതിനുള്ളിൽ തന്നെ ആരെയാണോ കടിക്കുന്നത് അവരുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശം അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനുവേണ്ടി കാത്തു നിൽക്കാതെ, അതായത് ഒരു ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധിച്ച് അതിൽ വിഷത്തിൻ്റെ അംശം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് അതിലൊരു കാലതാമസം വന്നതാണ് ഇവിടെയും സംഭവിച്ചിരുന്നത്. കാരണം ഈ ആശുപത്രിയിലേക്ക് ഒരാളെ പാമ്പ് കടിച്ചു എന്ന് ബോധ്യപ്പെട്ട് എത്തിക്കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ആന്റിവനം ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ അത് അവർക്ക് എന്തായാലും ആ പാമ്പ് കടിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത പ്രശ്നം ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. ആൾജോയ്ക്ക് ദൗർഭാഗ്യവശാൽ ജീവൻ നഷ്ടം. പക്ഷേ അവൻ്റെ സഹോദരൻ ആരോഗ്യത്തോടിരിക്കുന്നെങ്കിൽ അതിന് ആ ഡോക്ടർ ഉറപ്പായും അദ്ദേഹം ഒരു സല്യൂട്ട് അറിയിക്കുന്നു. കാര്യം അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് പാമ്പ് കടിയേറ്റാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് സഹോദരൻ ചികിത്സയ്ക്കിലേക്ക് വിടാൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും പ്രധാനം, നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് പാമ്പിരിക്കാനുള്ള ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് കൃത്യമായൊരു സുരക്ഷാ ഓഡിറ്റ് ഓരോരുത്തരും നടത്തുക എന്നുള്ളതാണ്. ഒന്നുകിൽ സ്വന്തമായി അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചെങ്കിലും ഈ പറയുന്ന വള്ളിപ്പടപ്പും ചെടികളൊക്കെ വെട്ടിക്കളയുക. ഏതെങ്കിലും ജനലിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലകളുണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക. കർശനമായി തന്നെ നോക്കുക. ഈ പറയുന്ന രീതിയിൽ ഏതോ ഈ വെളുത്തുള്ളിയൊന്നും ചതച്ചിട്ടാൽ വലിയ കഥയില്ല എന്നതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നുണ്ട്. സർപ്പ ആപ്പ് എന്ന് പറയുന്ന കേരള വനംവകുപ്പിൻ്റെ ഒരു ആപ്പുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി കിട്ടുന്ന ആപ്പാണ്. ഇടയ്ക്ക് കുറച്ച് ഹാങ്ങൊക്കെ ഉള്ള ആപ്പാണെങ്കിൽ കൂടിയും ആ ആപ്പിൽ ഈ പറയുന്ന ഏറ്റവും അടുത്തുള്ള ആശുപത്രികൾ എങ്ങോട്ടേ കൊണ്ടുപോകുന്ന റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങളുള്ള ആപ്പാണ്. അപ്പോൾ എന്തായാലും അധികം MB ഒന്നുമുള്ള ഒരു ആപ്പൊന്നുമല്ല, പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് തരാവുന്നതാണ്. നമുക്കതിൻ്റെ ആവശ്യം വരാതിരിക്കട്ടെ, പക്ഷേ ആർക്കെങ്കിലും ആവശ്യം വന്നാൽ അതൊരു പക്ഷേ ഒരു ജീവൻ രക്ഷാ ഉപാധിയെ മാറിയേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.